ഹലോ, വെൽക്കം ബാക്ക് ടു എൻ്റെ പൊൻ. ഇന്ന് എൻ്റെ ഫേവററ്റ് മീലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സൺഡേ ആയതുകൊണ്ട് കാര്യമായിട്ട് ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറും ഉച്ചക്കത്തേക്ക് ചോറ്, പയറുതോരന്, മാങ്ങാ ചമ്മന്തി, പൊട്ടറ്റോ ഫ്രൈ, പിന്നെന്താ നമുക്ക് മത്തി വറുത്തത്, ഇത്രയേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം. നമുക്ക് നോക്കിയാലോ, ഓരോന്നും ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. പയറ്, അച്ചിങ്ങാപ്പയറ്, പിന്നെ സവാള കൊത്തി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമുളകും ഇപ്പം നമ്മൾ വെളുത്തുള്ളി കൂടെ ചതച്ചെടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ മാങ്ങാ ചമ്മന്തിക്കുള്ളതെല്ലാം മാങ്ങായും ചെറിയ ഉള്ളിയും തേങ്ങായും കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത്, ഉരുളക്കിഴങ്ങും സവോളയും ഒരു രണ്ട് കറിവേപ്പില എനിക്ക് എല്ലാത്തും നിർബന്ധം കേട്ടോ. പിന്നെ നമുക്ക് എന്തിനുള്ള തേങ്ങയായിരുന്നു ഇത് തോരനുള്ള തേങ്ങ ചിരകി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു. ഇന്നാണ് മീൻ എല്ലാം റെഡിയാക്കി കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തത് എല്ലാം മുളകെല്ലാം പുരട്ടി, ഇപ്പം എല്ലാം പൊടിയാണല്ലോ, അപ്പോൾ എല്ലാം മുളകൊന്ന് പുരട്ടി ഫ്രൈ ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം ചെയ്യാൻ പോകുന്നത് പയർ തോരനാണ് കേട്ടോ. അപ്പം പാൻ ചൂടായി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ചിരകി വെച്ചേക്കുന്ന പയർ, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പയർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പയറൊക്കെ ഞാൻ ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കും, എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ അരപ്പ് കൂടെ റെഡിയാക്കിയെടുത്ത് ഒന്ന് ചെന്നിട്ട് അടിച്ച് വെക്കും. നമുക്ക് പാകത്തിന് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ ഇവിടെ കിടന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതിയേ. വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിവിടെ അങ്ങോട്ട് ഇരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. പച്ചമുളക് 2 എണ്ണം അരിഞ്ഞ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്, അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുക. എല്ലാം കട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. പാകത്തിന് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. മുട്ട പൊരിച്ചതും കൂടെ ഉണ്ട്. മുട്ട പൊരിച്ചത് പറയാൻ മറന്നു, ഓംലെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള തേങ്ങ കൂടി ഇച്ചിരി ഞാൻ മാറ്റി വെക്കുവേ. അപ്പം ഞാൻ എന്തോ ഒന്നും കൂടി ഉണ്ടല്ലോ എന്ന് ഓർത്തായിരുന്നു. നമുക്ക് ഓംലെറ്റും ഉണ്ട്. അപ്പോൾ അതിനുള്ള തേങ്ങ ഇച്ചിരി ബാലൻസ് വെച്ചു. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചതാണ് കേട്ടോ. നമുക്ക് എല്ലാ പൊടികളും എല്ലാം ഇട്ട് വെക്കാം. അപ്പോൾ അതിന് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. എളുപ്പമാണ്, പാകത്തിനുള്ള നമുക്ക് കുറേശ്ശെ ചേർത്താൽ മതിയെങ്കിൽ 2 സൈസ് ഹോളുണ്ട്, ചെറിയ ഹോളുണ്ട്, വലിയ ഹോളുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് കറക്കിയെടുക്കാം. തോരനായതുകൊണ്ട് ഒരുപാടൊന്ന് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് 2 കറക്ക് കറക്കിയാൽ മതി. നമുക്കിതിലേക്ക് നമ്മുടെ തോരനിലേക്ക് ഇട്ട് കൊടുക്കാം, അരപ്പിട്ട് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്ത് കഴിയുമ്പോൾ അരപ്പിലേക്ക് തന്നെ നമുക്ക് ആ വിസിൽ ജാറിലേക്ക് തന്നെ ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത്, പയർ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടത് ഇളക്കി കൊടുക്കുക. അപ്പം അരപ്പ് നന്നായിട്ട് എല്ലായിടത്തും യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനി ഫ്ലെയിം കുറച്ച് അടച്ചു വയ്ക്കാം. അപ്പം ഇത് ഇവിടെ നിന്നിനി വേവട്ടെ. നമ്മുടെ തോരൻ്റെ പരിപാടി നമുക്ക് കഴിഞ്ഞു. അപ്പോൾ അതവിടെ ഇരുന്ന് വെന്തോളും, നമ്മളിനി ഒന്നും ചെയ്യണ്ട. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് മാറ്റി ഇപ്പുറത്തെ അടുപ്പത്തേക്ക് വയ്ക്കാം. അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എന്താണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ പാന്. അതിലേക്ക് ഇച്ചിരി എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, മെഴുക്കുവരട്ടിക്ക് ആരും കറിവേപ്പില ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കും. എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഞാൻ 2-3 തണ്ട് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങും തേങ്ങാക്കൊത്തും സവാളയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേകാനായിട്ട് എന്താണെങ്കിലും വെള്ളം വേണം കുറച്ച്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം മുഴുവൻ നമുക്ക് എണ്ണ ഒഴിച്ച് വേവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത്. പാകത്തിന് ഉപ്പ്, ഇനി നമുക്ക് ചേർക്കാനുള്ളത് പൊടികളാണ്. മഞ്ഞൾപ്പൊടി, ശകലം
മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. മെഴുക്ക് പുരട്ടി ഫ്രൈ പൊട്ടറ്റോ ഫ്രൈ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ചുവന്ന കളറിലിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത്ര മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല കളർ വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം പറ്റി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങ് വെന്ത് വരും. അടച്ചു വെച്ചു. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഞാനേ. അപ്പം നമ്മുടെ പയറുതോരനും മെഴുക്കോട്ടിയൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് മാങ്ങാ ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അതിനാ പെട്ടെന്ന് അടുപ്പ് വേണ്ടല്ലോ. അപ്പം നമ്മൾ ആ കട്ടി വെച്ച മാങ്ങായും ചെറിയ ഉള്ളി കൂടെ അങ്ങോട്ട് ആദ്യം ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് പുളി കാണും, അപ്പോൾ ഉപ്പ് അതനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. മാങ്ങാ ചമ്മന്തിക്കാകുമ്പോൾ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. പച്ചമുളക് നമ്മളങ്ങനെ ചേർക്കാറില്ല. ഇനി ഓരോ സൈഡോട്ട് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ മാങ്ങാ ചമ്മന്തി പറയുമ്പോൾ ചുമന്നിരിക്കും, മുളക് പൊടിയെ ചേർക്കാറുള്ളൂ കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുത്തു. 2 ഹോളുണ്ട്, വലിയ കുഞ്ഞു കുഞ്ഞു ഹോൾ. ഉപ്പിൻ്റെ ഒക്കെ പഴയ ഉപ്പിൻ്റെ ഡപ്പയ്ക്ക് വരുന്ന ഹോൾ പോലത്തെ ഹോളും ഇങ്ങനത്തെ ഹോളും പിന്നെ ഇങ്ങനത്തെ വലിയ ഹോളും. ഇങ്ങനെ 2 ഹോളുകളാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഹോൾ മാറ്റി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് തിരിച്ചിവിടേക്ക് വെക്കുകയും ചെയ്യാം. ഇങ്ങനെ ഇരുന്നോളും. പാകത്തിന് ഒരു ശകലം വെള്ളം നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് വേണം നോക്കിയിട്ട് പിന്നെ വെള്ളം ചേർത്താൽ മതി. കാരണം മാങ്ങാ ചമ്മന്തി ഒരുപാട് വെള്ളം ആയാൽ കൊള്ളത്തില്ല. നല്ല ഉരുണ്ടിരിക്കണം മാങ്ങാ ചമ്മന്തി. എല്ലാ ചമ്മന്തി നമ്മൾ ചോറിനൊക്കെ ചമ്മന്തിയൊക്കെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുന്നതല്ലേ. പണ്ടൊക്കെ അമ്മിക്കല്ലിലായിരുന്നു അരയ്ക്കുന്നത്. ഇപ്പം അങ്ങനെ അമ്മിക്കല്ലൊന്നും ആരും അരയ്ക്കാറില്ല. അപ്പം ഇതൊന്ന് കറക്കിയിടും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞ ശേഷം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാൻ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം നമുക്ക് തോരൻ എന്തായി നോക്കാം. വെള്ളമൊക്കെ പറ്റി തോരൻ്റെ വെള്ളം എല്ലാം പറ്റി കേട്ടോ. നമുക്കിനി അടപ്പ് തുറന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ തോരൻ അവിടെ കിടന്ന് വെന്തോളും. അപ്പം വെന്തു ഓൾറെഡി. ഇപ്പം ചെറിയ വെള്ളമായി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറ്റാനായിട്ട് നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ തോരൻ നിരത്തിയിട്ടു. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയും വെള്ളമെല്ലാം വറ്റി. അപ്പം നമുക്ക് ഫ്രൈ ആകാനായിട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് നമ്മൾ വെളിച്ചെണ്ണയും വെള്ളം കൂടി ചേർത്ത് വെച്ചാൽ വേവിച്ചെടുത്തത്. നമുക്ക് വെള്ളമെല്ലാം വെന്ത് ഉരുളക്കിഴങ്ങ് വറ്റിയ ശേഷം നമുക്ക് ഫ്രൈ ആക്കി എടുക്കണമല്ലോ. അപ്പം അതിനുണ്ട് നമ്മൾ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്ത് അടപ്പ് തുറന്ന് വെച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കും. നിരത്തിയിടാം നമുക്ക്. മാങ്ങാ ചമ്മന്തി ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡിയായി. തോരനും ഏകദേശമൊക്കെ റെഡിയായി വന്നേക്കുന്നു. മെഴുക്കോട്ട് റെഡിയായി. നമുക്ക് രണ്ട് കറികൾ ഉണ്ടാക്കാനുള്ളൂ. ഏതാണ് മീനും വറുത്തെടുക്കണം, നമുക്ക് മുട്ടയും പൊരിക്കണം. ആ 2 കറി ഇവിടെ മാത്രം റെഡിയായി. നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാവും. അപ്പോൾ നമ്മുടെ തോരൻ വെള്ളമെല്ലാം മാറ്റി നന്നായിട്ട് തോർന്നു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നമ്മുടെ തോരൻ്റെ പരിപാടി നമുക്കിവിടെ ക്ലോസ് ആക്കാം. ഇനി അടച്ചു വെച്ചേക്കാം. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മെഴുക്കോട്ടി അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീൻ പൊരിച്ചെടുക്കാം. അപ്പം നമുക്ക് മീനിനുള്ള മസാല എല്ലാം കൂടി ഒന്ന് ഇളക്കി റെഡിയാക്കി വെക്കാം. എന്തൊക്കെയാണ്? ശകലം മഞ്ഞൾപ്പൊടി. ഞാൻ ഉള്ളി വെളുത്തുള്ളി ഒന്നും ചതയ്ക്കുന്നില്ല കേട്ടോ. ചതച്ചിട്ട് ഉണ്ടാക്കുന്ന ടേസ്റ്റും ഈ ടേസ്റ്റും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വ്യത്യാസമായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ പൊടികൾ മാത്രം എല്ലാം കൂടി ചേർത്ത് ഫ്രൈ ആക്കി എടുക്കുക. കുഞ്ഞു മത്തിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാം ചേർത്താലും അതിലേക്ക് അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മസാല മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആർക്കും വലിയ എരിവൊന്നും ഇഷ്ടവുമല്ല. അപ്പോൾ എല്ലാ പൊടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊടികൾ മാത്രം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ, മീനൊന്ന് മുറുകിയൊക്കെ ഇരിക്കാനായിട്ട്. ഉലുവാപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയാണ് നമ്മൾ ഇച്ചിരി ഏറെ ചേർക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ പൊടികളെല്ലാം എടുത്തു. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. ഉപ്പിട്ട് കൊടുത്തു. പാകത്തിന് നമുക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ മീൻ അങ്ങോട്ട് പുരട്ടിയെടുക്കാം. ഞാൻ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്.
മുളക് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുത്തു. ഇതിലേക്ക് നമുക്ക് വറുക്കാനുള്ള മീൻ വെച്ച് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് പുരട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് പാൻ ചൂടായി പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില എനിക്ക് എല്ലാത്തിനും ഇടുന്ന ഇഷ്ടമാണ് കേട്ടോ. ഒരു മണമൊക്കെ വരും കറിവേപ്പിലയുടെ. അപ്പം നമ്മൾ സാധാരണ അരയ്ക്കുമായിരുന്നെങ്കിൽ ഇതിലോട് ചേർത്ത് അരച്ചേനെ. ഇപ്പം അരയ്ക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കും. കുഞ്ഞു മത്തിയാ കേട്ടോ. അപ്പം നമ്മൾ ഗസ്റ്റൊക്കെ ഒരുപാട് നമ്മുടെ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പില എല്ലാം കൂടി നമ്മളൊന്ന് അരച്ചെടുത്ത് പുരട്ടി വെച്ച് കൊടുക്കും. ഇപ്പം നമ്മൾക്ക് കഴിക്കാനുള്ള ആയതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി നമുക്ക് കറിവേപ്പില അങ്ങോട്ട് ഊരിയിട്ട് കൊടുക്കാം തൈങ്ങനെ. ആ കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഓരോ മത്തിയും തൈങ്ങനെ അങ്ങോട്ട് പെറുക്കി വെച്ച് കൊടുക്കാം. കുഞ്ഞു മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് വരുവേ. അപ്പം നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതാണ്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ മത്തി ആയതുകൊണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ചാണല്ലോ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് മൂത്ത് വരും. നന്നായിട്ട് വന്നിട്ടുണ്ട്. മത്തിക്ക് ഒരുപാട് എണ്ണ വേണ്ട. അപ്പം എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. ഈ സൈഡിലൂടെ കിടന്ന് നിന്ന് മൂക്കട്ടെ എല്ലാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് പൊരിക്കാനായിട്ടുള്ള അതിനെ റെഡിയാക്കാം. ഞാൻ ശകലം ഒരു പച്ചമുളകും ഒരു കുഞ്ഞ് കാൽ ഭാഗം സവോള കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിടി കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ മസാലയുടെ ഉണ്ട്. മീനിൻ്റെ മസാല ഇതിൻ്റെ മീൻ ഫ്രൈ ഇളക്കിയതിൻ്റെ തവി ആയതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് പിടി കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കും. മുട്ടയ്ക്ക് ഞാനൊരു ശകലം തേങ്ങ ഇട്ട് കൊടുക്കുവേ. തേങ്ങ ഇല്ലാതെ പൊരിക്കും. പക്ഷേ എനിക്ക് ശകലം തേങ്ങ ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം. ശകലം തേങ്ങ പാകത്തിന് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് ശകലം ഉപ്പ് മതി. പെട്ടെന്ന് ഉപ്പ് പിടിക്കും. ശകലം മഞ്ഞൾപ്പൊടി. എന്നിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കത് അടിച്ചെടുക്കാം. അപ്പം നമുക്ക് വറുത്ത് വെച്ച് നമ്മുടെ മീനെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് മൂത്ത് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ മീൻ വറുത്ത് ഇവിടെ റെഡി. ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ളത് മുട്ട കൊടുന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കഴിഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് മീൻ ഇവിടെ റെഡിയാണ്. ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പം നമുക്കിനി ലാസ്റ്റായിട്ട് മുട്ട പൊരിച്ചെടുക്കാം. അപ്പം നമ്മൾ കലക്കി വെച്ച നമ്മുടെ മുട്ടയും തേങ്ങായും ശകലം തേങ്ങായും ഇച്ചിരി സവോള ഒരു കഷ്ണം പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇളക്കി നമ്മുടെ കല്ലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ റെഡി ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം. ഇന്നത്തെ സ്പെഷ്യൽ മൈ ഫേവറേറ്റ് മീൻ. അപ്പം നമ്മുടെ ഓംലെറ്റും റെഡി. ഇനി നമുക്ക് ഊണ് കഴിക്കാം. അപ്പം നമ്മൾ ഇന്ന് ഊണ് കഴിക്കാൻ പോവാണ്. ചോറ് ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം. മാങ്ങാ ചമ്മന്തിയാണ്. ചമ്മന്തി വെച്ച് കൊടുത്തു. മത്തി വറുത്തത് വെച്ച് കൊടുത്തു. നമ്മുടെ ഓംലെറ്റ്, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, പയറുതോരൻ. അപ്പോൾ ഇത്രയും കറികൾ കൂട്ടി നമ്മൾ ഊണ് കഴിക്കാൻ പോവാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. കേരള സ്റ്റൈൽ മീലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും. കമൻസൊക്കെ അറിയിക്കുക. അടുത്ത വീഡിയോസിൽ കാണാം. അത് ടേക്ക് കെയർ. കഴിക്കട്ടെ കേട്ടോ. ബൈ.